ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും? കണ്ടില്ലെങ്കിൽ കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കണ്ടു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അതുപോലെ ഒരു മോശപ്പെട്ട ഒരു എപ്പിസോഡ് ആയിരുന്നു. അതിനകത്ത് ഒന്നുമില്ല, ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. ചുമ്മാ അനാവശ്യമായിട്ട് ഒരു ഗെയിം കൊടുത്തേക്കുവാണ്. അതായത് ഫിസിക്കലും പോട്ടെ, നോളജ് GK പോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. എന്താണ് അവിടെ എന്താ IAS എക്സാം അങ്ങനെ നടക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇത്രയും കണ്ടന്റ് എന്നൊന്നും ഞാൻ പറഞ്ഞത് കുറെ സംഭവങ്ങൾ കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. ഈ ഒരു ഗെയിം കളിക്കാനായിരുന്നു ലാലേട്ടന് അവിടെ സമയം ഉണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ബിഗ് ബോസിന്റെ ഒരു നിലവാരം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യവും പറഞ്ഞില്ല. അതായത് പ്രേക്ഷകർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചോദിക്കണമെന്ന്. പിന്നെ പറഞ്ഞൊരു കാര്യം, അതായത് നമ്മുടെ ജിൻഡോന്റെ വിഷയം, ജിൻഡോ മുടി പിടിച്ച് വലിച്ചില്ല എന്നൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നുപോണ്ട. അപ്പൊ എന്താ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാം എന്തായാലും. അപ്പൊ ഇന്ന് ജിൻഡോന്റെ കാര്യം, അതായത് ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചു എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫുൾ വൈറലായ ഒരു കാര്യമാണ്. അതിന്റെ വീഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ട്. ജിൻഡോ അല്ല പിടിച്ചു വലിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് മനസ്സിലായിരുന്നു, ജിൻഡോ അല്ല പിടിച്ചു വലിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരുടെ അടുത്തും. ശരണ്യയുടെ അടുത്തും ശ്രീധുവിന്റെ അടുത്തും ചോദിച്ചപ്പോൾ ശ്രീധു പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ്, ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാണ് ഈ ജിൻഡോ മുടി പിടിച്ച് വലിക്കുന്നതെന്നൊക്കെ. അപ്പൊ എല്ലാരും പറയുന്നത് ജിൻഡോ ആണ് വലിച്ചത്. സായും പോട്ടെ, ഋഷിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അവസാനം എന്നിട്ട് വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോയിനകത്ത് ഫസ്റ്റത്തെ എല്ലാം കൂടെ കാണിക്കുന്നത്, ആ മുടി പിടിച്ച് വലിക്കുന്നതിന്റെ മാത്രമല്ല, ആ ഗെയിമിലുണ്ടായ എല്ലാ സംഭവമാണ് കാണിക്കുന്നത്. ഫസ്റ്റ് അതായത് നമ്മുടെ ഗബ്രി സായിയും ഒക്കെ തമ്മിലുള്ള ഒരു ഇതാണ് ഫസ്റ്റത്തെ, അതാണ് കാണിക്കുന്നത്. അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ സായും പോട്ടെ, ഋഷിയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആരാണ്, ഗബ്രിയും ജിൻഡോ തമ്മിലൊരു വഴക്കുണ്ടായല്ലോ. ജിൻഡോ ഗബ്രിന്റെ പുറകിൽ കൊണ്ട് ഒട്ടിച്ചായിരുന്നല്ലോ അത് ആ കോയിന്. അപ്പൊ ജിൻഡോനെ കറക്റ്റ് ആയിട്ട് പിടിച്ച് വലിച്ചു താഴെ വീഴ്ത്തുന്നത് അത് നല്ല സ്ലോ മോഷനായിട്ടാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗബ്രിന്റെ മോന്തിയും കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പൊ തന്നെ അതിനകത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആരുടെ ഭാഗത്ത് തെറ്റ് നിറഞ്ഞു. അവര് എന്താ പറയാന്ന് അറിയില്ല, കാരണം എല്ലാവരും ജിൻഡോയുടെ തന്നെ ഇട്ട് വെച്ചിരുന്നു. അതിനുശേഷം പിന്നെയാണ് ലാസ്റ്റത്തെ നമ്മുടെ ഇത് വരുന്നത്, അതായത് ഈ ജസ്മിനും പോട്ടെ നമ്മുടെ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചത്. അതിനകത്ത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ തുടക്കം കുറിച്ചത് നമ്മുടെ ഗബ്രിയാണ് ജിൻഡോനെ പിടിച്ചു വെക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരണ്യ വന്ന് ഒട്ടിക്കുന്നുണ്ട് ബാക്കില്. അത് തുടർന്നാണ് നമ്മുടെ ജിൻഡോ ശരണ്യയുടെ മേത്ത് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഈ ചില്ലൊക്കെ താഴെ വീഴുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ജിൻഡോനെ മാത്രം ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. 3 പേരും അതിന് ഉത്തരവാദികളാണ്. ആ ഒരു ഇൻസിഡന്റ്, അതായത് പ്രോപ്പർട്ടി ഡാമേജ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ജിൻഡോന്റെ തലയിൽ മാത്രം ഇട്ട് വെക്കാൻ പറ്റത്തില്ല. അവർ 3 പേരും കാരണക്കാരാണ്. പിന്നെ ആ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ കണ്ട പോലെ അത്ര ഫുൾ സൂം ചെയ്തിട്ട് അവർ കാണിക്കുന്നില്ല. കാരണം അവർക്ക് എത്രമാത്രം മനസ്സിലാവുന്നൊന്നും അറിയത്തില്ല ഈ മുടി പിടിച്ച് വലിച്ചത് ജിൻഡോ അല്ല എന്നുള്ള കാര്യം. കാരണം നമ്മൾ കണ്ടതെല്ലാം സൂം ചെയ്ത് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അതിനകത്ത് പക്ഷെ അത്രയും സൂം ചെയ്തിട്ടല്ല കാണിച്ചത്. എന്നാലും നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അതിനകത്ത് പിന്നെ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. ലാലേട്ടൻ ഞാൻ അവസാനം പറയണ്ടേ ജിൻഡോ അല്ല മുടി പിടിച്ച് വലിച്ചതെന്നുള്ളത്. കാരണം അവിടെ ശരണ്യ പിന്നെയും പറയുന്നുണ്ട് ജിൻഡോ ആണ് മുടി പിടിച്ച് വലിച്ചതെന്ന്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി കൊടുത്താലാണ് അവിടെ ഉള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ. ജിൻഡോയ്ക്ക് പോലും ഒരു ഓർമ്മയില്ല ജിൻഡോ അല്ല പിടിച്ചു വലിച്ചത്. ഓൾറെഡി എല്ലാരും കൂടെ പറയാ ജിൻഡോ ആണ് പിടിച്ചു വലിച്ചത്, ജിൻഡോ ആണ് പഠിച്ചത്. അപ്പൊ ഓൾറെഡി നമ്മളും വിചാരിക്കും, ഓ ഞാനായിരിക്കാം പിടിച്ചു വലിച്ചത്, അങ്ങനെ ഓർത്തു പോകും. അങ്ങനെയാണ് സാധാരണ. എന്നാൽ ലാലേട്ടൻ വന്ന് സംസാരിച്ചു. അപ്പൊ അതിനൊരു ക്ലാരിറ്റി വേണ്ടേ? അതായത് ജിൻഡോ അങ്ങനെ ചെയ്തില്ല, ജിൻഡോ അല്ല ചെയ്തത്, എന്നാൽ ആരാ ചെയ്തതെന്ന് പറയണ്ട. കാരണം ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരാം. കാരണം ഒത്തിരി പേരുണ്ടായി അതിനകത്ത് കൂടെ ആരാ പിടിച്ചു വെച്ചത് മനസ്സിലാവില്ലായിരിക്കും. എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ സായി അല്ലെങ്കിൽ അർജുൻ, പിന്നെ ഗബ്രി ആവാനും ചാൻസ് ഉണ്ട്. ഒരു 3-ൽ ഒരാളാണ് തോന്നുന്നു വലിച്ചത്, ഉറപ്പില്ല. കാരണം നമുക്ക് വ്യക്തമല്ല ആരാ വലിച്ചത്, കാരണം എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പൊ ആരുടെ കൈയാണ് അതൊന്നും മനസ്സിലാവുന്നത്? നമ്മുടെ ജിൻഡോന്റെ കൈ അല്ലാന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബാക്കി വരെ 3-ൽ ആരുടെ കൈയാണ് എന്തായാലും. പക്ഷെ അതിനൊന്നും ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല ലാലേട്ടനോടെ. ശരിക്കും പറയുന്നുണ്ട് ജിൻഡോ അല്ലാതെ ചെയ്തതെന്ന് പറയാം, കാരണം അത് വ്യക്തമാണ്. പക്ഷെ അതൊന്നും പറയുന്നില്ല. പിന്നെ എന്തിനാണ് ആ വീഡിയോ കാണിച്ചത്, അല്ലെങ്കിൽ ആ ടോപ്പിക് എന്തിനാണ് അവിടെ കൊണ്ടിട്ടതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ജനങ്ങൾ പറഞ്ഞു ഇന്ന കാര്യം ചോദിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ അത് എന്തോ കാര്യത്തിന് അങ്ങനെ ചോദിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം ആ വീഡിയോ കാണിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ വീഡിയോ കാണിച്ചത്? പറയണ്ടേ അല്ല അവസാനം ജിൻഡോ അല്ല ചെയ്തത്. കാരണം അവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ജിൻഡോ തന്നെ ചെയ്തിരിക്കുന്നതെന്നാ. പിന്നെ എന്ത് ക്ലാരിറ്റി അതിന് വന്നിരിക്കുന്നത്? ഒരു ക്ലാരിറ്റി ഇല്ല. സാധാരണ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ നമ്മളൊരു ടോപ്പിക് എടുത്ത്, അതായത് ഒരു പ്രശ്നം ഉണ്ടായ ഒരു ടോപ്പിക് ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പൊ ആ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല കറക്റ്റ് ആയ ഒരു ക്ലാരിറ്റി വരുത്തും. ആ ടോപ്പിക് പിന്നെ അവിടെ ക്ലോസ് ചെയ്യുക ചെയ്യുന്നത്. വെച്ചാൽ കാരണം 2 ഭാഗം കേൾക്കുകയും എന്താണോ ജനങ്ങൾക്ക് അഥവാ ശരിയായ ഭാഗം ഏതാണോ എന്നുള്ളത് ലാലേട്ടൻ പറയും, അതവിടെ കാണിച്ചു കൊടുക്കും. പിന്നെ ആ ഒരു ഇത് നിന്നു.
ഇവിടെ അങ്ങനെയില്ല. ഇത് വീണ്ടും ജിൻഡോ ആണോ അതോ വേറെ ആരാണോ അങ്ങനെ ഒന്നുമില്ല. അവരെപ്പോഴും വിശ്വസിച്ചോണ്ടിരിക്കുന്നത് ജിൻഡോ തന്നെ ചെയ്തുന്നാ. പിന്നെ എന്തിനാ ടോപ്പിക് എടുത്തത്? എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന്. എന്ത് കാര്യത്തിനാണ് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് പറഞ്ഞല്ലോ, കാരണം കുറെ വിമർശനം ഉണ്ടായില്ലേ ലാലേട്ടന്റെ എപ്പിസോഡിൽ. ഇനി അതൊന്നും പറഞ്ഞില്ല, സിബിനെ മാത്രം കുറ്റപ്പെടുത്തി, രണ്ട് കാര്യവും പറഞ്ഞില്ല. അപ്പൊ എന്നതുകൊണ്ട് മാത്രം ഈ ആഴ്ച ഈ ഒരു ടോപ്പിക് എടുത്തു എന്ന് മാത്രം എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മുടെ കോയിൻ ടാസ്കില് ആര് ചെയ്തതാണ് ശരി, അത് അങ്ങനെ കളിക്കാൻ പാടുണ്ടോ അതോ പാടില്ലേ, അത് ശരിയാണോ തെറ്റാണോ അതൊന്നും പറഞ്ഞില്ല. അത് ആ കളിച്ചതിനെ കുറിച്ച് വിവരിച്ചു, എല്ലാവരോടും ചോദിച്ചു, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് പറയുന്ന അവസാനം അതായത് ക്യാപ്റ്റൻ ഒരു തീരുമാനം എടുക്കായിരുന്നു, ക്യാപ്റ്റൻ എങ്ങനെ വേണമെങ്കിലും അതിന് മാറ്റായിരുന്നു. അതെന്താണത്? എനിക്കൊന്നും മനസ്സിലാവണം. ഇനി അടുത്ത ആഴ്ച ഇനി ക്യാപ്റ്റൻ നമ്മുടെ റസ്മിൻ, അത് പിന്നെ പറയാട്ടോ, ഞാൻ പിന്നെ അടുത്തതിൽ പറയാം. റസ്മിനാണ് ക്യാപ്റ്റൻ. അപ്പൊ ക്യാപ്റ്റൻ പറയുന്ന ഇങ്ങനെയല്ല കളിക്കേണ്ട, അങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഓക്കെ ആണോ? അപ്പൊ അവിടെ നീതിയും അത് അവിടെ ആരാണോ കളിച്ചത് അങ്ങനെ ഒന്നുമില്ല. ക്യാപ്റ്റൻ തീരുമാനിച്ചോ അങ്ങനെയാണോ ഈ ഉദ്ദേശിക്കുന്നത്? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. എങ്ങോട്ടാണ് ഈ ബിഗ് ബോസ് സീസൺ 6 കൊണ്ടുപോകുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഏറ്റവും മോശപ്പെട്ട ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു ഇന്ന്. കാരണം അത്രയും നമ്മളങ്ങ് എന്താ പറയാ, അത്രയും എനിക്ക് ദേഷ്യം വന്നു. എനിക്കൊന്നും എന്താ പറയാ, എനിക്ക് അത് കാണാൻ തോന്നുന്നേ ഇല്ലായിരുന്നു. അതുപോലെ ദേഷ്യം വരുമായിരുന്നു. ഒന്നുമില്ലായിരുന്നു, ഒരു കാര്യം ചോദിച്ചില്ല, ഒന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് ഒരു കാര്യം ഇല്ലായിരുന്നു. എന്തൊക്കെയോ വന്ന് പറയുന്നു, എന്തൊക്കെയോ ചെയ്തു പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം ക്യാപ്റ്റൻസി ടാസ്കില് റസ്മിൻ ജയിച്ചതും പോലെ റസ്മിനെ സേവ് ആക്കി വെച്ചേക്കുന്നു. എന്ത് കാര്യത്തിന്? ഇവിടെ എല്ലാ ജനങ്ങളും പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ പോളുകളിലും എല്ലായിടത്തും, അതായത് ഈ ബിഗ് ബോസ് ഇടുന്ന ഓരോ വീഡിയോസിന് താഴെയും റസ്മിനെ ഔട്ടാക്കണം എന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത്. അതിനകത്തൊരു കമന്റ്സിന് എത്ര 3000-ന് മേലെ ലൈക്കാ കിട്ടുന്നത്. ഈ റസ്മിനെ കുറിച്ച് റസ്മിനെ ഔട്ടാക്കണം, റസ്മിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ കമന്റ്സിനൊക്കെ 3000-ന് മേലെ ലൈക്കാണ് കിട്ടുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കണം, ഈ ജനങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് റസ്മിനെ? ഒരാൾക്കും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, എന്നാലും അത് വിരലെണ്ണുന്ന ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. കാരണം അത്രയും ഇറിറ്റേറ്റിംഗ് ആയതാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോമണർ ആയി എന്ന പേരിൽ അവിടെ നിർത്തേണ്ട ഒരു കാര്യമില്ല. എന്താണ് അവിടെ കാണിക്കുന്നത്? രണ്ട് വ്യക്തികൾ ചെയ്യുന്ന ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്നതും അവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ താങ്ങിക്കൊണ്ട് നടക്കുന്നതാണ് അവിടെ റസ്മിൻ എന്ന വ്യക്തി അവിടെ ഗെയിം കളിക്കുന്നത്. അത് കാണിക്കാനാണോ റസ്മിൻ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇനി അടുത്ത ആഴ്ചയില് ഇപ്പൊ സേവ് ആയി, അടുത്ത ആഴ്ചയിൽ ക്യാപ്റ്റനും കൂടിയാ. അപ്പൊ ഈ രണ്ടാഴ്ച ഇനി പറ്റത്തില്ല. ഇനി തേർഡ് വീക്ക് വേണമെങ്കിൽ ഇനി പവർ റൂം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒളിച്ചിരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ. അതായത് ഈ മോശമായിട്ട് കളിക്കുന്നവരും മോശമായിട്ടുള്ള കണ്ടസ്റ്റൻസിന് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പവർ റൂം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. എന്ത് ഉപകാരമല്ല, ഇപ്രാവശ്യം ഈ കഴിഞ്ഞ വീക്കിൽ പവർ റൂം ഉണ്ടായി. എന്താണ് കാണിച്ചത്? അവർ എന്ത് ചാനലാണ് ഉണ്ടാക്കിയത്? ചുമ്മാ അതിനകത്ത് കയറുന്ന ഒളിച്ചിരിക്കുന്നു. സിബിനും പൂജുന്ന സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പവർ റൂം. അതിനുശേഷം എന്താണ് ഉണ്ടായത്? ആ പവർ റൂമേ വേണ്ട, മടുത്തു പോയി കണ്ടിട്ട്. ഒരു ഉപകാരമില്ല. സ്വന്തം അതായത് അവിടെ കുറെ പേർക്ക് കഴിക്കാനും കുടിക്കാനും പിന്നെ ഈ നോമിനേഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാനും രാജാക്കന്മാർ പണിയെടുക്കണ്ട, ഒന്നും എടുക്കണ്ട, അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു റൂമാണ് ഈ പവർ റൂം. അതാണ് ഈ സീസണിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ലോ, എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുക. അത്രയും ദേഷ്യം വരിക കണ്ടിട്ട്. അത്രയും മോശപ്പെട്ടൊരു സീസൺ ആയി പോയി ഇത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനോട് ദേഷ്യം തോന്നുക. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഞാൻ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട ഒരു വീക്കെൻഡ് എപ്പിസോഡ്. ഇനിയിപ്പോ നാളെ എനിക്ക് ഒരു പ്രതീക്ഷ ഒന്നുമില്ല. നാളെ ഇനി വേറെ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച്. എന്താണ്, കുറച്ച് കേക്ക് മുറിക്കലുണ്ട്, പിന്നെ ഒരു പ്രോമോ വന്നല്ലോ ഓൾറെഡി. പ്രോമോക്കകത്ത് എന്താണ് അവരുടെ ഡാൻസും പാട്ടുണ്ട്, പിന്നെ കേക്ക് മുറിക്കും. 50ാമത്തെ ദിവസമല്ലേ. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്രയും സീസണിൽ വെച്ചിട്ട് 50 ദിവസമായിട്ടും ഈ അവിടെ ഇനി നിറച്ച് കണ്ടസ്റ്റൻസ്. ആ ഒരു അവിടെ മറ്റേ സെറ്റ് ഉണ്ടല്ലോ, അത് മൊത്തം കണ്ടസ്റ്റൻസാ. ഇപ്പോഴും കുറവില്ല. ഇങ്ങനെ ഇവര് ഇങ്ങോട്ട് വെച്ചോണ്ട് പോകുന്നത്. അന്ന് നന്നായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് കണ്ടിരിക്കാൻ ഒരു ഇത് ഒന്നിനും കൊള്ളില്ല. എല്ലാരും ചുമ്മാ ഇങ്ങനെ കൈയും കെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, അല്ലെങ്കിൽ അത് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ചുമ്മാ ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല. എല്ലാം അത് ഫിസിക്കലി അത് വെച്ച് നോക്കുമ്പോഴല്ലോ സീസൺ 5 ഒക്കെ എത്രയോ ഭേദമാണ്. അവരൊക്കെ ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരുന്നത്. 100 അല്ല 200% കൊടുത്ത് ചെയ്തിരുന്നത്. അവിടെ ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇത് അവിടെ തൊട്ടാ പ്രശ്നം, ഇവിടെ തൊട്ടാ പ്രശ്നം. അപ്പൊ ഫിസിക്കൽ ടാസ്ക് ഒക്കെ അവരെങ്ങനെയാ കളിക്കുക? അപ്പൊ ശരിക്കുള്ള ഫിസിക്കൽ ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാ കളിക്കുന്നത്? ഇത്രയും നാളായിട്ട് അവർക്ക് അത്രയും ഭയങ്കരമായ ടാസ്ക് ഒന്നും ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പൊ ശരിക്കുള്ള ടാസ്ക് വന്ന് ഇവരെങ്ങനെയാ കളിക്കുക? എനിക്കറിയാൻ പാടില്ല. 50 ദിവസം കഴിഞ്ഞേ.
ഇനി ഒരു 50 ദിവസം കൂടി ഉണ്ട്. ഇതിക്കുള്ളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ആൾക്കാർ തന്നെയാണ് ഈ അടുത്ത 50 ദിവസം അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അവരെന്ത് ചെയ്യാൻ? ഇതൊക്കെ തന്നെയല്ലേ ചെയ്യത്തുള്ളൂ. അതല്ലാതെ അതിന് കൂടുതൽ എന്തെങ്കിലും ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല ഒന്നും ചെയ്യുന്നൊന്നും. പ്രത്യേകിച്ച് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. എന്തേലും ആവട്ടെ, എന്ത് പറയാൻ, ഇവിടെ വന്നിരുന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെയും ഇതൊക്കെ തന്നെയാണ് കാണാൻ പോകുന്നത്. പിന്നെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോ ആണ്. അപ്പൊ എനിക്കറിയാം അത് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ അതല്ല ഇപ്പൊ കാണുന്നത്. അപ്പൊ അത് കാണുമ്പോ ഒരു സങ്കടം ഉണ്ട്, അതുപോലെ തന്നെ ഈ ദേഷ്യവും വരുന്നുണ്ട്. നമ്മളൊക്കെ ഈ പൈസയും കൊടുത്ത് ഇങ്ങനെ കാണാതിരിക്കുന്നത് ഇവര് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടത്തിന് ഇതാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിവിടെ കാണാതിരിക്കുന്നത്. അപ്പൊ ഈ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം മാനിച്ചിട്ടുള്ള ഷോ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകരുടെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് കാണിക്കണ്ടേ? ഈ പവർ റൂമിനെ എടുത്ത് കളയട്ടെ. അപ്പൊ ആ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെങ്കിലും ഒന്ന് പുറത്ത് വരും. അതിങ്ങളൊക്കെ ഒന്ന് പുറത്തിറക്കി വിട്. ആകെ 10 പേര് മതി, 10 പേര് മതി. കളിക്കുന്ന 10 പേരെ നിർത്തിയാൽ മതി. അല്ലാതിരിക്കുന്ന എല്ലാത്തിനും എടുത്ത് പറഞ്ഞു വിടണം. കുറെ എണ്ണങ്ങളുണ്ട് അവിടെ വാഴ പോലെ ഇരിക്കുന്നവർ, എല്ലാത്തിനും പുറത്തിടണം. ഒരു ഉപയോഗമില്ലാത്ത കുറെ കണ്ടസ്റ്റൻസ്. ഞാൻ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾ എന്തായാലും കണ്ടു കാണുമല്ലോ ഈ ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ആ ഒരു ഗെയിം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് എക്സാം, അതായത് നമ്മൾ എന്താ പരീക്ഷ എഴുതാൻ പോയിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് ഒരു പിടുത്തവും ഇല്ല, വേറെ ഒന്നുമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു? ഒന്നും ചോദിച്ചില്ല. ഇനിയിപ്പോ നാളെ എനിക്കൊരു പ്രതീക്ഷ ഒന്നുമില്ല അതൊക്കെ ചോദിക്കുന്നുള്ളത്. ജാസ്മിനും അതുപോലെ തന്നെ ജിൻഡോന്റെ ജയിലിലെ വിഷയം, ജാസ്മിൻ ജിൻഡോനെ അടിച്ച കാര്യം, അത് എത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അങ്ങനെ ഒരാൾ ചെയ്യാൻ പാടുണ്ടോ? ഒരു വ്യക്തിനെ, ആ ഒരു വ്യക്തിക്ക് എന്തോരം വിഷമം ഉണ്ടായി കാണും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പബ്ലിക്കായിട്ട് അടിക്കുന്ന ആളോടെ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രത്യേകിച്ച് ഇനിയിപ്പം പുള്ളിക്കാരൻ അവിടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയായി പോകും. അതുകൊണ്ട് മാത്രമാണ് ജിൻഡോ എന്ന വ്യക്തിയോടെ മിണ്ടാതിരുന്നത്. എന്ന് കരുതി ബിഗ് ബോസും ഇവരൊക്കെ മിണ്ടാതിരിക്കാൻ പാടുണ്ട്? അതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ? ഒരാൾ ഇങ്ങനെ അടിക്കുന്നതൊക്കെ ശരിയായ കാര്യമാണോ? ഇന്നത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ? ഇതൊന്നും കാണുന്നില്ല, ഇതൊന്നും ചോദിക്കണ്ടേ? എനിക്കറിയാൻ പാടില്ല. ഇതൊന്നും ചോദിക്കേണ്ട ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ഈ ജാസ്മിൻ ഇങ്ങനെ വെള്ളപൂശി എങ്ങോട്ട് കൊണ്ടുപോകാന്ന് അറിയത്തില്ല. ഇന്ന് ശരിക്കും നാരായണന് ശരിക്കും ദേഷ്യം വന്നു. ഇന്ന് അവിടെ ഇത്രയും സീസണിൽ വെച്ച് ഇത്രയും വൃത്തികെട്ടോ, ഒരു വൃത്തിയില്ലാത്ത ഒരു ആൾക്കാര് ഈ സീസൺ 6ലെ കണ്ടസ്റ്റൻസ് മാത്രമാണ്. ഒരു വൃത്തിയും ഇല്ല. കഴിഞ്ഞ സീസണിലൊക്കെ അവർ എന്ത് ക്ലിയർ ആയിട്ടും എന്ത് വൃത്തിക്കാണ് അവര് കൊണ്ടു നടന്നിരുന്നത്. ഓരോ ദിവസം ആൾക്കാർ, ഓരോ ആഴ്ചയിൽ ആൾക്കാർ കുറയും തോറും അവരുടെ വൃത്തിക്ക് അവിടെ ഒന്നും കുറവാനില്ല. അവരെല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് കൊണ്ടു നടന്നിരുന്നത്. ഇപ്രാവശ്യം കണ്ടില്ലേ ആ ബെഡ്റൂം ഒക്കെ ഒന്ന് കാണണം. ഓരോ സാധനം അവിടെ ഇവിടെ, ആ ഡ്രസ്സ് ഇവിടെ, പുതപ്പൊന്നും മടക്കി വെക്കത്തേ ഇല്ല. അങ്ങനെ ഒരുമാതിരി അലങ്കോലപ്പെട്ട് കിടക്കുക. അപ്പൊ അതെടുത്ത് ചോദിച്ചു. അപ്പൊ ജാസ്മിന്റെയും ഇപ്പൊ അൻസിബയുടെയും ജിൻഡോയുടെ റൂമായിരുന്നു ഫസ്റ്റ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പൊ അൻസിബ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഇത് മടക്കി വെക്കാൻ മറന്നുപോയി, അതെന്റെ തെറ്റാണ്. പക്ഷെ അവിടെ കിടക്കുന്ന ഡ്രസ്സുകളെല്ലാം ജാസ്മിന്റെ ആണ് കൂടുതൽ എന്നാണ് പറഞ്ഞത്. ജാസ്മിന്റെ മാത്രമാണെന്ന് അൻസിബ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് ജാസ്മിന്റെ ഒരു മുഖം കാണണം. അതായത് അത്രയും വലിയൊരു ആക്ടറാണ്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പറയുന്നത്. അപ്പൊ ആ പറയുന്നവർക്ക് കുറച്ച് ഒരു 5% നമ്മൾ തിരിച്ച് ബഹുമാനം കൊടുക്കണ്ടേ? അപ്പൊ അവിടെ കാണിച്ച ഒരു കോപ്രായങ്ങൾ, മുഖം വെച്ച മുഖഭാവം കാണണം. എന്തൊരു സ്വഭാവമാണ് ജാസ്മിന്റേത്. അപ്പൊ ലാലേട്ടൻ ശരിക്കും ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മുഖം കാണിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങളുടെ ഇതിന് വേണ്ടിയാണ് പറയുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത് പറഞ്ഞു. അത്രയും ദേഷ്യം വന്നിട്ടാണ് ആ വ്യക്തി അവിടെ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഒരു ഇതില്ല, ഒരു സോറി പറച്ചല്ലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ഒന്നും ഇല്ല. ബാക്കി എല്ലാവരും സമ്മതിച്ച് അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ ചെയ്തോളാം, ശ്രദ്ധിച്ചോളാന്ന്. പക്ഷെ ജാസ്മിൻ അത് പറ്റത്തില്ല. എന്തൊരു സ്വഭാവമാണ് ജാസ്മിൻ്റെത്. ഇത്രയും വൃത്തിയില്ലാത്ത ഒരാൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. കഴിഞ്ഞ ദിവസം വൈറലായിരുന്ന വീഡിയോ ആയിരുന്നു ഈ നഖം കാല് വെച്ച് കടിക്കുന്നതൊക്കെ. അതും ചെരുപ്പിടാത്ത കാല്. ആ ചെരുപ്പിടാതെയാണ് എല്ലായിടത്തും നടക്കുന്നത്. ഈ ടോയ്ലറ്റ് ഒക്കെ പോകുന്നത് ഈ ചെരുപ്പിടാത്ത കാലും വെച്ചിട്ടാണ്. ആ കാലാണ് ഇരുന്ന് കടിക്കുന്നത്. അപ്പൊ എന്തുമാത്രം വൃത്തി ഉണ്ടാവണം. ഇതൊന്നും പറയേണ്ട കാര്യം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് തോന്നേണ്ട കാര്യങ്ങളാണ്. ഒരാളുടെ ഒരു പബ്ലിക്ലി വന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ജാസ്മിന്റെ വീട്ടിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആരും കാണത്തില്ല, കാരണം ജാസ്മിന്റേതായ കാര്യമാണ്. പക്ഷെ ഒരു പബ്ലിക് ഷോയിൽ വന്നിരുന്ന് കാണിക്കുമ്പോ നമ്മളിത് കാണുകയാണ്. അപ്പൊ നമുക്ക് ഈ കുഞ്ഞു പിള്ളേരടക്കം കാണുന്ന ഒരു ഷോ ആണിത്. അതിനപ്പോ അതിൻ്റെതായ മനസ്സ് കീപ്പ് ചെയ്യണം. അങ്ങനെ ഒരു വകതിരിവ് ഈ ജാസ്മിന് ഇല്ല. ജാസ്മിന്റെ കാര്യം പറയേണ്ടെന്ന് വയ്ക്കും, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു പോണതാണ്. എനിക്കറിയാൻ പാടില്ല ഇനി നിങ്ങൾ എന്തായാലും നിങ്ങളൊരു അഭിപ്രായം പറയാം. നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോ തോന്നിയത്? അല്ലെങ്കിൽ ഈ കണ്ടതും കാണിക്കുന്നതൊക്കെ ശരിയാണോ?
എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും. പിന്നെ ഈ പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പുള്ളിക്കാരൻ വന്നത്, അതായത് രതീഷിനെ കയറ്റിയായിരുന്നു. രതീഷിനെ കയറ്റിയത് 3-4 ദിവസത്തേക്കാണെന്ന് പറയുന്നുണ്ട്. അതായത് ഗസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ അടുത്ത് അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞില്ല, കണ്ടസ്റ്റൻസിന്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. 3 ദിവസം കാണും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ സങ്കടങ്ങളോ എന്തിനുണ്ടെങ്കിൽ പറയാം, പക്ഷെ പുള്ളിക്കാരന് ഒന്നും നിങ്ങളോട് പറയാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയുമായിരിക്കും, ഇത് രതീഷ് ഇവിടെ റീ എൻട്രി കണ്ടസ്റ്റൻസ് ആണ് മത്സരിക്കാൻ വരുന്നത് പറയുന്നു തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, എന്നാലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. കാരണം അല്ലാതെ പ്രത്യേകിച്ച് അവിടെ വേറെ ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ആകാം. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? രതീഷ് നിൽക്കുവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ടാണോ വന്നതെന്ന്, അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കണമെന്ന് വിചാരിച്ചത്, നാളെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ കമന്റ് ചെയ്യുക. ഇന്നത്തെ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള ഒരു റേറ്റിംഗ് നിങ്ങൾ എന്തൊക്കെയാണ് അതും നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.